സ്ഥിരം മദ്യപാനിയും പ്രശ്നക്കാരനായ ആരും പുള്ളിയായിട്ട് സഹകരിക്കാറില്ല. നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് ബോഡി പുറത്തെടുത്തു. ഇന്ന് രാവിലെയാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആള് ചെയ്തത്. രാവിലെ പരിസരവാസികൾ ഒരു 6 മണിയോട് നോക്കുമ്പോഴത്തേനും ആളിവിടെ ഒരു കുഴിയെടുക്കുന്നത് കണ്ടായിരുന്നു. കുഴിയെടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ആള് ഈ സ്ഥിരം മദ്യപാനിയും പ്രശ്നക്കാരനായ ആരും പുള്ളിയായിട്ട് സഹകരിക്കാറില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ആള് അമ്മയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് കുഴിക്കകത്തിടുന്നത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് ബോഡി പുറത്തെടുത്തു. അപ്പോൾ ആള് ഇവിടെ പുള്ളിയും കൊണ്ട് പുള്ളിയുടെ ഇളയ മോനും ഉണ്ട് കൂടെ. ഇളയമോൻ രാവിലെ മുതൽ ഇത് സംഭവം അറിഞ്ഞിട്ട് അവൻ പേടിച്ചിട്ട് പോയാണെന്നുള്ള ചെറിയ പയ്യനാണ്. 16 വയസ്സുള്ളത്. അപ്പം ഒരു 2-3 ആഴ്ചയായിട്ട് ആള് കടയൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഒരു കടയുണ്ട് പുള്ളിക്ക്, ടയർ കട തുറന്നിട്ടില്ല. ഇങ്ങനെ വെള്ളം അടിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അമ്മയെ മരുന്നിനൊക്കെ കൊണ്ടുപോയി. നമുക്ക് ഷുഗറൊക്കെ നമുക്ക് കാലില് പിന്നെ വ്രണമായിട്ട് എല്ലാം ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആള് ചെയ്തത്. അന്വേഷിച്ചപ്പോൾ പോലീസ് ഒന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് സംസാരിക്കാൻ പൈസ ഇല്ല, അത് കാരണം ചെയ്താന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അബ്സ്കൗണ്ടിങ് ആണ് ആള്. എന്താ പറയാ, ഇപ്പൊ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. മതി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പരിസരബോധം ഇല്ല. അങ്ങനെ പരിസരവാസികളായിട്ടൊന്നും യാതൊരു സഹകരണവും ഇല്ലാതെ നടക്കണം. ഇന്നലെ രാത്രി ഇവിടെ ഇപ്പൊ പരിസരവാസികൾ പറഞ്ഞ് ഇതിന്റെ വാതിക്കയില് ഗേറ്റിന്റെ വാതിക്കയില് കിടക്കായിരുന്നു പറഞ്ഞു. രാത്രി ഒരു 10 മണിക്ക് ശേഷം മദ്യവെച്ചിട്ട് ബോധമില്ലാതെ. അപ്പൊ ആ കണ്ടീഷനുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ അമ്മേനെ ചെയ്യുമെന്നുള്ള ഇത് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ മരുന്നിനൊക്കെ കൊണ്ടുപോകുന്ന ആള്. അമ്മേനെ നോക്കണമാണ് എപ്പോഴും പറയാറുള്ളതാണ്. അമ്മേനെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. പുള്ളിയുടെ ഈ മദ്യപാനം കാരണം എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ആരും അങ്ങോട്ട് ചെല്ലാറൊന്നുമില്ല. അകത്തോട്ടൊന്നും ചെല്ലാറൊന്നുമില്ല. പുള്ളി ഇങ്ങനത്തെ ആളായിരുന്നു. അകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് നമുക്കറിയില്ല. സംഭവം പലപ്പോഴും ഞങ്ങളൊക്കെ ഈ മദ്യപിച്ച് വെള്ളം വെക്കാറുള്ളപ്പോൾ പലപ്പോഴും ഒന്ന് ചാന്തരാക്കാറുള്ളതാണ് ആള്. പ്രദീപിന് ഇവിടെ ഈ സെന്റ് മാത്യൂസ് പള്ളിയുടെ സമീപം ഒരു ടയർ ഷോപ്പുണ്ട്. ടയറിന്റെ പഞ്ചറൊട്ടിക്കല്, പിന്നെ ടയർ കച്ചവടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് നല്ല പണിക്കാരാണ്. പക്ഷെ മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കട തുറക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ആള് കട തുറന്നിട്ടില്ല. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. പരിസരവാസികളായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. കാരണം ഈ മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരവാസികളായിട്ട് സ്ഥിരം ചീത്തവിളിയും കാര്യങ്ങളൊക്കെ കാരണം ആരും പുള്ളിനെ മൈൻഡ് ചെയ്യാറില്ല, സഹകരിക്കാറില്ല. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ഇതാണ് പുള്ളി, ഒരു പബ്ലിക് ന്യൂസൻസ് ആണ്. ഇവിടെ താമസിക്കുന്ന പുള്ളിയുടെ ഇളയ മോനുണ്ട് കൂടെ. ആളുടെ ഇളയ മോൻ കൂടെ ഉണ്ട്. മൂത്ത മോനും വൈഫും അവരുടെ വീട്ടിലാണ്.